ഞാനേ ഈ ബട്ടർ ചിക്കൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആരെങ്കിലും എൻ്റെ ഈ ബട്ടൂരിൻ്റെ റെസിപ്പി ചോദിക്കുന്നു. അങ്ങനെ കാത്തിരുന്ന് അവസാനം എന്നോട് ഒരാൾ ചോദിച്ചു. അപ്പൊ പിന്നെ എന്തായാലും റെസിപ്പി പറഞ്ഞു കൊടുക്കണ്ടേ. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഈസ്റ്റും പഞ്ചസാരയും ചെറിയ ചൂടുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണേ. ഇതിന്റെ എല്ലാം കറക്റ്റ് മെഷർമെന്റ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് മൈദയിലോട്ട് ഒട്ടും പുളിയില്ലാത്ത തൈരും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള പാലിന്റെയും ഈസ്റ്റിന്റെയും മിക്സ് കുറേശ്ശെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കണേ. ഇത് നമ്മളുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി അഥവാ പാലിന്റെ മിക്സ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് നമുക്ക് ഇതേപോലെ ഓയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മളുടെ ഡോ വെച്ച് കൊടുക്കുക. അതിന്റെ മേലെ വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് കണ്ടെയ്നർ തന്നെ വേണം ില്ല ക്ലിൻ റാപ്പ് വെച്ചിട്ട് നല്ല കവർ ചെയ്തിട്ട് എയർ കടക്കാതെ ഇരുന്നാലും മതി. ഇതൊരു മിനിമം 2 hours നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. 2 hours കഴിയുമ്പോൾ ഇതേപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഇതിനെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് പൊടി തൂക്കി പരത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നല്ല കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു തിക്നെസ്സിൽ പരത്തി എടുത്താൽ മതിയാവും. ഇനി നല്ലോണം ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുത്താൽ നമ്മളെ ബട്ടൂര ഇവിടെ റെഡിയായി. ഇതിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബട്ടർ ചിക്കൻ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. ഇതേപോലത്തെ കൂടുതൽ റെസിപ്പീസിന് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി.